ഇതുപോലെ മഴയും കൊണ്ട് ഇങ്ങനെ കെടുക്കുമല്ലോ. അപ്പോൾ നമ്മളതിനൊന്ന് ഒരെണ്ണത്തിന് കരക്ക് കയറണേ. മറ്റുള്ളവരെ മഴ ഇത് കൊണ്ട് ശീലമായതാണ്. ഞങ്ങളങ്ങനെ മഴ കൊണ്ട് ശീലമാകത്തോണ്ട് പിടിച്ച് കയറ്റിയൊക്കെ വെച്ച് ഈ കെടുത്തോ ഇവിടെ ഇങ്ങനെ കെടുക്കട്ടെ. അപ്പോൾ വൈകിട്ടായാലും അല്ല അങ്ങോട്ട് അറ്റത്തേക്ക് മാറും മൂന്നാരായാലും. ഇവിടെ വേറൊരു രസമുണ്ട്. ഇവിടെ കുറ്റിയടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇവിടെ കാണാം. ഇവിടേക്ക് കുറ്റി അടിച്ചിട്ടുണ്ടാവും. ബഹുമാനിക്കട്ടെ. ബഹുമാനം എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല കേട്ടോ. നാളെ കാണുമ്പോൾ ഇതോ അതൊക്കെ അറച്ചിക്കണല്ലോ എല്ലാവരും. ഈ കൂടെ ഉണ്ട് കുറച്ച് മീൻ കയറാൻ മക്കളെ. അതിന് വേണ്ടി ആൾക്കാർ തയ്യാറായിട്ടിരിക്കുകയാണ്. അങ്ങനെ കലകണ്ടേ. നന്നായി കലങ്ങിട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണൻ, മുള്ളുവാള, വാളകൾ രക്ഷയുണ്ടാവില്ല. ആണ് കൈത്തോട്. കൈത്തോട് എന്ന് പറഞ്ഞാൽ വലിയ തോടിനോട് ചേർന്ന് കിടത്തിട്ട് കുഞ്ഞു തോടുകൾക്ക് നമ്മൾ കൈത്തോട് എന്ന് പറയും. ഈ സംഭവം എന്താ വെച്ചിട്ടാ, ഇതൊക്കെ ഇവിടെ കുറ്റി അടിച്ചിട്ടാണ്. ഈ തോട്ടിൽ കൂടെ മീൻ കയറും. കണ്ട പുഴയാണ് അങ്ങോട്ട്. അവിടെ നല്ല ആഴത്തിൽ ഇപ്പോഴും രണ്ടാൾക്കൊക്കെ വെള്ളമുള്ള പാറകളടങ്ങിയ തോടാണ്. ഫുള്ള് പാറയും വലിയ കല്ലുകളൊക്കെ. വലയിട്ട് ഒരിക്കലും മീൻ പിടിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെങ്ങനെ ഇവിടെ കയറി വരും. ഇവിടുന്ന് കലക്കുവെള്ളം ഇറങ്ങണം. അതിന് വേണ്ടി കാത്തിക്കണം എല്ലാവരും. കലങ്ങി മറിഞ്ഞാൽ ഈ കുറ്റി മീൻ പിടിക്കാനുള്ളതാണ്. ഇതുപോലെ അങ്ങോട്ട് വാറ്റലാന്നും പറയും, കണ്ടാടി എന്നൊക്കെ പറയും. ആ ചമ്മരമൊക്കെ വലിച്ചിട്ടും ഇത് ഇവിടുന്ന് അങ്ങോട്ടൊരു 100 മീറ്റർ അങ്ങോട്ട് വല തുടങ്ങും. തലങ്ങും വലങ്ങും രണ്ട് സൈഡിൽ. വാളകാളയും മുള്ളുവാളയും എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നല്ലൊരു കുട്ടനാട്ടത്. ആവശ്യത്തിന് പറഞ്ഞത് കൊടുക്കാനുള്ള കേട്ടോ. ആ പശുവിൻ്റെ ഒക്കെ വീടോ എടുക്കണം അവിടെ കേട്ടോ.